Boche Gold and Diamonds. Buy now, pay later. ദിവ്യ എസ് അയ്യരെ മോശമായ രീതിയിൽ കോൺഗ്രസ് ചിത്രീകരിച്ചുവെന്ന് മുൻമന്ത്രി എ.കെ. ബാലൻ. കേരളത്തിലെ പൊതുസമൂഹം സ്ത്രീയെ അപമാനിച്ചതിനെതിരെ പ്രതികരിക്കും. കെ സുധാകരനെതിരെ പറഞ്ഞതിനെക്കുറിച്ച് നിരവധി പേർക്ക് അറിയാം. പാർട്ടിയുടെ കുരയ്ക്കുന്ന പട്ടി തന്നെയാണ് ഞാൻ. സുധാകരനെതിരെ ഒന്നും കൂടുതൽ പറയാനുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ദിവ്യ എസ് അയ്യർ IAS അവരുടെ കൂടെ പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹം വേറൊരു അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല വിശ്വാസത്തിൽ അവർ നടത്തിയ ഒരു പരാമർശം വളരെ വളരെ മോശമായ രൂപത്തിൽ ഒരാളെന്നുള്ള നിലയിൽ ഒരു IAS ഉദ്യോഗസ്ഥരെ മ്ലേച്ഛമായ ഭാഷയിൽ അവഗണിക്കുക. ചുരുങ്ങിയ പക്ഷം ഒരു സ്ത്രീയോട് കാട്ടേണ്ട മാന്യത കാട്ടി. നമുക്ക് ജ്യോതിർമയി വാക്ക് പറഞ്ഞത് ഞാൻ കുരക്കുന്ന പട്ടി അക്കാര്യത്തിൽ സംശയമില്ല, പക്ഷെ ഞാൻ തന്നെ പോലെ വാരാട്ടുന്ന പട്ടിയല്ല എന്നാണ് പറയുന്നത്. അത് ഞാൻ ഓർമ്മ കൊടുക്കുന്നു വാക്ക്. പിന്നെ ഒരു കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിൻ്റെ തലപൊട്ടാൻ വേണ്ടി കൂടോത്ര നടത്തിയിട്ടുള്ള കോൺഗ്രസ്സുകാർ ഇപ്പോഴും ജീവിച്ചിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുറ്റത്തല്ലേ കൂടോത്ര നടത്തി. അതിന് ഇത്രത്തോളം ശക്തി എഴുതി വന്നിട്ട് ഞാൻ ഇപ്പോഴാണ് വല്ലാത്ത കഴിവുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ അതിലേക്ക് കൂടുതൽ കേൾക്കാൻ. അപ്പോൾ സുധാകരൻ എന്നോട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ ഇനിയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ പേര് പറയുക. ഇപ്പോൾ ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, അന്നത്തെ രംഗം കണ്ട ആൾക്കാർ. അതുകൊണ്ട് അധികം വിവാദമാക്കാൻ അധികം ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാനൊരു പ്രത്യേക പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിച്ചതാണ്. പാലക്കാട് നഗരസഭയെ BJPയും കോൺഗ്രസും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. RSSന്റെ വോട്ട് വാങ്ങി ജയിച്ചയാളാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ബഹുമാനപ്പെട്ട MLA ഇപ്പോൾ ഒരു വീരവാദം മുഴക്കുന്നുണ്ടല്ലോ. RSSകാർ ഇരിക്കുന്ന സ്ഥലത്ത് ഞാൻ പോകില്ല, ഇരിക്കില്ല. RSSൻ്റെ എത്ര വോട്ടുകൾ വാങ്ങിയിട്ടുണ്ട്? BJPയുടെ 12,000 വോട്ട് വാങ്ങിയിട്ടുണ്ട് ഇല്ലേ? 6,000 വോട്ട് ജമായത്തിൻ്റെ SDP വാങ്ങിയിട്ടുണ്ട്. 12,000 12,000 വോട്ട് അങ്ങനെ കിട്ടിയിട്ടാണ് MLA ആയത്. അങ്ങനെന്താ പറയാതിരുന്നത്? ഇപ്പം ഈ പറയുന്നത് പോലെ SDP-ക്കും ജമായത്തിനും എതിരായിട്ട് എന്താ പറയാത്തത്? പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുക, പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുക, സർവകക്ഷി യോഗം ബഹിഷ്കരിക്കുക, എന്നിട്ട് വലിയ വീരവാദം പറയുക. RSSനെതിരായി ഞാൻ മരണം വരെ പ്രവർത്തിക്കുന്നു. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.